സംഭവം വെച്ചാൽ ഒരു ദിവസം രാത്രി എൻ്റെ കമ്പനിക്കാരൻ വിളിച്ചിട്ട് എന്നോട് പറയാം, ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ ആക്കാം, അത് ഇനിയാണ് നോക്കുമോയെന്ന് വെച്ച്. ഞാൻ തന്നെ. അപ്പോൾ ഞാൻ നോക്കി നോക്കുമ്പോൾ ഒരു ഫോട്ടോ അയച്ചിട്ട് ഒരു CCTV ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങാണെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല തന്നെ. അപ്പോൾ ഞാൻ ചെന്നൊരു കാര്യം എന്ന് വെച്ചു. അപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല, ഓ കട്ടാക്കി. അപ്പോൾ എൻ്റെ അടുത്തൊരു കമ്പനിക്കാരൻ പിന്നെ കാണാൻ എന്നെ വിളിച്ചിട്ട് ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, ഒരു ഹെൽമെറ്റ് മോശനം പോയതാ മാഹിന്ന്, കീർത്തി വാർന്ന ഇനി പോയിക്കാനോന്ന് വെച്ച്. ഞാൻ വേണ്ട, ഞാൻ കീർത്തി വാർന്നൊന്നും പോയിക്കില്ല, അങ്ങനെ ഒരു ഫോട്ടോ എല്ലാവരും വരുന്നുണ്ട്, ഇങ്ങനെ സൂക്ഷിച്ചോ തന്നെ. അപ്പോഴാണ് ഈ പിറ്റേസാണ് കമ്പനിക്കാരൻ ഹെൽമെറ്റ് എടുത്ത് പോയ ചങ്ങായി എന്നെ വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ ഹെൽമെറ്റ് ഞാൻ എടുത്ത് പോയതാണ്, അവിടെ നിന്ന് മാഹി ബാറിന്നാണ് മോശനം പോയത്, ഇനി എടുത്തിനേന്ന് ചോദിച്ചു. ഞാൻ എടുത്തിക്കില്ല മുത്തേ, ഞാൻ ബാറിൽ പോക്കൂല, മദ്യം വെക്കുന്ന ഒരാളുമല്ല. അപ്പോഴാണ് പിന്നെ പിറ്റേസ് നോക്കുമ്പോൾ നാട്ടിലെല്ലാവർക്കും ഇത് തിരിഞ്ഞ് കുറേ ദൂരം വായിക്കുന്ന ആൾക്കാരെല്ലാം എന്നോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ഒരു മുൻകരുതലുള്ള രീതിയിൽ ഞാൻ വളരെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു, ഇങ്ങനെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. പോലും പറഞ്ഞ് ജിങ്ങില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓല് പറഞ്ഞ എന്നോട് ഓനെ വിളിപ്പിച്ച് ചോദിക്കുക എന്നതിന് സംഭവം. ഓനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഹെൽമെറ്റ് എടുത്ത ആരാണെങ്കിലും ഓനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കാരണം ഞാൻ അത്രയും പ്രയാസം അനുഭവിച്ചു ഒരാഴ്ചത്തോളം. എനിക്ക് ഇടുന്നല്ല വിളി വന്നത്. എനിക്കെന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കാത്ത ആൾക്കാരുടെ മനസ്സിൽ ഞാൻ തന്നെയാണ് കുറ്റക്കാരെന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. എൻ്റെ കമ്പനിക്കാർക്കൊക്കെ അറിയാം ഞാനല്ല എടുത്തതെന്ന്. അപ്പോൾ ഓനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം.